അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഒക്കെ നടത്തിയ പോരാട്ടങ്ങൾ കൊണ്ട് അതിന്റെ വിരോധത്താലാണ് മഹാത്മാഗാന്ധിയെ അവർ ഇല്ലാതാക്കിയത്. RSSന്റെ ദീർഘകാല ലക്ഷ്യമായിട്ടുള്ള ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം നിറവേറ്റാൻ തടസ്സമായി നിന്നത് പ്രധാനപ്പെട്ട ഒരാൾ മഹാത്മാഗാന്ധിയാണ് എന്നതുകൊണ്ടാണ് സ്വതന്ത്ര ഇന്ത്യയിൽ 6 മാസം കൂടി തികച്ചു ജീവിച്ചിരിക്കാൻ അനുവദിക്കാതെ 48 ജനുവരി 30 ഗാന്ധിജിയെ RSS കൊന്നത്. ഞാൻ പറഞ്ഞത് ഗാന്ധിജിയോട് RSSന് വേറെ വിരോധമൊന്നുമില്ല. ഗാന്ധിജി RSSുമായിട്ട് വാക്കേറ്റത്തിന് പോയിട്ടുള്ള ആളല്ല. പക്ഷെ RSSന്റെ രാഷ്ട്രീയമായ ലക്ഷ്യത്തിന് ഗാന്ധിജി ഒരു തടസ്സമാണ് എന്ന് കണ്ടു ഇല്ലാതാക്കി. ധനരാജ് ഇവിടെ വളർന്നു വരുന്നത് ഈ പ്രദേശത്ത് RSSന്റെ വളർച്ചയ്ക്ക് തടസ്സമാണ് എന്ന് കണ്ടു ധനരാജിനെ ഇല്ലാതാക്കി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ ആളെ കൊല്ലാൻ മടിയില്ലാത്തവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ അന്നൊരു ഹിന്ദു രാഷ്ട്രമായി മാറിയില്ല. പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമായി, പിൽക്കാലത്ത് ഏറെക്കാലം കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ മതരാഷ്ട്രമായി മാറി. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നത് കഴിഞ്ഞ 100 വർഷമായിട്ടുള്ള RSSന്റെ അജണ്ടയാണ്. ഇപ്പൊ അവരതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അധിക ദൂരമില്ല. ഇതിങ്ങനെ തുടരാൻ അനുവദിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനെ പോലെ വേറൊരു മതരാഷ്ട്രമായിട്ട് മാറും. RSSന്റെ രാജാര്യനുണ്ട്, ഗോൾവാൾക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവരദ്ദേഹത്തെ വിളിക്കുക ഗുരുജി എന്നാണ്. അവരുടെ ഗുരുജിയാണ്, നമ്മുടെ ഗുരുജിയല്ല. ആ ഗോൾവാൾക്കർ എഴുതിയ പുസ്തകമാണ് RSSന്റെ വേദ പുസ്തകം എന്ന് പറയുന്നത്, അടിസ്ഥാന പ്രമാണം. ആ പുസ്തകത്തിന്റെ പേര് വിചാരധാര എന്നാണ്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ആദ്യം ചെയ്യേണ്ടത് 3 കൂട്ടരെ ഇല്ലാതാക്കലാണ്, 3 കൂട്ടരെ ഉന്മൂലനം ചെയ്യലാണ്. ആരൊക്കെയാണ് 3 കൂട്ടർ? ഹിന്ദു രാഷ്ട്രത്തിന്റെ ആന്തരിക ഭീഷണികൾ. അധ്യായം 19 മുസ്ലിങ്ങൾ, അധ്യായം 20 ആന്തരിക ഭീഷണി 2 ക്രിസ്ത്യാനികൾ, അധ്യായം 21 ആന്തരിക ഭീഷണി 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 ആന്തരിക ഭീഷണികളെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറിയതുപോലെ ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റും. ഇത് എഴുതി വെച്ചതാണ്. വായിച്ചതല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. വിചാരധാര എന്ന RSSന്റെ പ്രാമാണികമായ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാണ്. അതിന് ഇവര് ശത്രുക്കളാണ്, ഇവരെ ഇല്ലാതാക്കണം എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ഇല്ലാതാക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 3 കൂട്ടർക്കും കൂടി പൊതുവായിട്ടുള്ള ഒരു കാരണം എന്താണ്? RSSന്റെ ആചാര്യൻ പറയുന്നത്, 3 കൂട്ടരും വിദേശത്തുണ്ടായവരാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിദേശത്തു നിന്ന് വന്ന മതമാണ്. ക്രൈസ്തവ മതം വിദേശത്ത് നിന്ന് വന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാർ, മാർക്സിസ്റ്റുകൾ വിദേശത്തുണ്ടായ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാണ്. മാർക്സ്, ജർമ്മൻകാരനായ മാർക്സിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാണ് മാർക്സിസ്റ്റുകാർ. അതുകൊണ്ട് ഈ 3നെയും ഉന്മൂലനം ചെയ്യണം. എന്നിട്ട് വേണം ഇന്ത്യയിൽ മതരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ശത്രുതയ്ക്ക് അത്രയും പഴക്കമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊല്ലാൻ വേറൊരു കാരണവും RSSന് ആവശ്യമില്ലാത്തത്. കാരണം പണ്ടേ പറഞ്ഞിട്ട് ഇവരെ ഉന്മൂലനം ചെയ്യണം എന്ന്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ്. ആര് പറഞ്ഞിട്ടുണ്ട്? ഗുരുജി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഗുരുജി എഴുതി വച്ചിട്ടുണ്ട്, ഇല്ലാതാക്കേണ്ടവരാണ് എന്ന്. കഴിഞ്ഞ 100 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSSും ഇന്ത്യയിൽ ഉണ്ട്. ഈ 100 വർഷമായി RSSന്റെ മതരാഷ്ട്രവാദത്തെ നേർക്കുനേരെ നിന്ന് ഇന്ത്യയിൽ ചെറുക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട.
കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് നേർക്ക് നേരെ നിന്ന് ഈ മതരാഷ്ട്രവാദത്തെ ചെറുത്തിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ മതരാഷ്ട്രവാദത്തെയും ചെറുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിക്കരുത്. ഹിന്ദു രാഷ്ട്രവാദത്തെ മാത്രമല്ല, എല്ലാ മതരാഷ്ട്രവാദത്തെയും എതിർത്തിട്ടുണ്ട്. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരു കാലത്ത് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഡോക്ടർ നജീബുള്ളയായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ പ്രസിഡന്റ്. താലിബാൻ തീവ്രവാദികൾ അധികാരം പിടിച്ചെടുത്തത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ടാണ്. എന്നിട്ട് ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കൊന്ന് അദ്ദേഹത്തിന്റെ മൃതശരീരം കാബൂൾ നഗരത്തിലെ വിളക്കുകാലിൽ കെട്ടിത്തൂക്കി. കാക്കയും കഴുകനും കൊത്തിവലിച്ച് ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിന്റെ മൃതശരീരം ഇങ്ങനെ തൂങ്ങി നിന്നു ഒരാഴ്ച ആ തെരുവിൽ. അന്ന് താലിബാൻ തീവ്രവാദികൾ പറഞ്ഞു, ലോകത്താകെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊരു പാഠമാവണം. അതിനാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കാരണം അഫ്ഗാനിസ്ഥാനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ നടത്തിയ ശ്രമത്തെ എതിർത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതിന് വില കൊടുക്കേണ്ടി വന്നത് അവിടുത്തെ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ തന്നെ ജീവനാണ്. താലിബാൻ തീവ്രവാദികൾ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെയാണ് കൂട്ടക്കൊല ചെയ്തത്. ഇന്തോനേഷ്യയിൽ ഇസ്ലാമിക തീവ്രവാദികൾ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോകത്തെല്ലായിടത്തും എല്ലാ തരത്തിലുള്ള മതരാഷ്ട്രവാദത്തെയും എതിർത്തിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇന്ത്യയിൽ RSS ഉയർത്തിയ മതരാഷ്ട്രവാദത്തെ കഴിഞ്ഞ 100 കൊല്ലമായി കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നു. രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നു, പ്രത്യയശാസ്ത്രപരമായിട്ട് എതിർക്കുന്നു. രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും കമ്മ്യൂണിസ്റ്റുകാരൻ എതിർപ്പിനെ നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് RSS ആയുധമെടുത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യുന്നത്. 100 വർഷമായിട്ട് ഈ പോരാട്ടം, ഇന്ത്യയെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാക്കി സംരക്ഷിക്കാനുള്ള പോരാട്ടം മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ടായിരുന്നിടത്താണ് RSSന് വളരാൻ കഴിയാതെ പോയത് എന്ന് കാണണം. ഇടതുപക്ഷത്തിന്റെ സ്വാധീനം എവിടെയെല്ലാം കുറഞ്ഞോ അവിടെയൊക്കെയാണ് RSS പിന്നീട് വളർന്നു വന്നത്. ഇടതുപക്ഷത്തിനുണ്ടാകുന്ന ക്ഷീണം ഉണ്ടായാൽ മാത്രമേ, ഇടതുപക്ഷത്തെ തകർത്താൽ മാത്രമേ തങ്ങൾക്ക് മുന്നോട്ട് വരാനാവൂ എന്ന് RSSന് BJPക്ക് നന്നായിട്ട് അറിയാം. ബംഗാൾ അതിന്റെ ഒരു ഉദാഹരണമാണ്. ബംഗാളിൽ യഥാർത്ഥത്തിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ആർക്കാണ് വഴിയൊരുക്കി കൊടുത്തത് എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ആർക്കാണ് വഴിയൊരുക്കിയത് എന്ന്? RSSനാണ് വഴിയൊരുക്കിയത്. ബംഗാളിന്റെ ചരിത്രം എന്താ? കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ വർഗീയ കലാപങ്ങൾ ശമിക്കാത്തൊരു നാടായിരുന്നു ബംഗാൾ. 1906 ബംഗാൾ വിഭജനത്തിന്റെ കാലം മുതൽ വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും കൂട്ടക്കൊലകളും നിരന്തരം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രാജ്യം മുഴുവൻ ആഘോഷം നടക്കുന്നു. ഡൽഹിയിൽ വലിയ ആഘോഷം നടക്കുന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നത് ഡൽഹിയിലല്ല, ബംഗാളിലെ വിദൂരമായ ഒരു നാട്ടിൻപുറത്ത് നവഖാലിയിലാണ്. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം കൊന്നൊടുക്കി മൃതശരീരം തെരുവിൽ ഇങ്ങനെ അനാഥമായി കിടക്കുന്ന, അതിൽ നിന്നൊഴുകുന്ന ചോര തെരുവ് പട്ടികൾ നക്കിക്കുടിക്കുന്ന ഭീകരമായിട്ടുള്ള ആ അവസ്ഥയിൽ സമാധാനാഹ്വാനവുമായി മഹാത്മാഗാന്ധി നവഖാലിയുടെ തെരുവുകളിലൂടെ നടക്കുകയായിരുന്നു. അദ്ദേഹം ആഘോഷങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ബംഗാളിന്റെ ചരിത്രം. സ്വാതന്ത്ര്യത്തിന് ശേഷം ബംഗാളിൽ കോൺഗ്രസ് ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്ന കാലത്തെല്ലാം ഈ വർഗീയ കലാപങ്ങൾ തുടർച്ചയായി അരങ്ങേറി. അതിനുശേഷം 78-ൽ ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ ഇടതുപക്ഷ സർക്കാരിന്റെ 34 വർഷം തുടർച്ചയായിട്ട് അധികാരത്തിലിരുന്ന ആ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയും? ഇന്ത്യയിൽ അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ നടന്ന ബംഗാൾ അത്ഭുതകരമായിട്ട് മാറി. ഈ 34 വർഷത്തിനിടയിൽ ഒരൊറ്റ വർഗീയ കലാപം പോലും നടക്കാത്ത നാടായിട്ട് മാറി. ചെറിയ കാര്യമല്ല. സ്വാതന്ത്ര്യത്തിന്റെ നാടുകളിൽ പോലും
കൂട്ടക്കൊലകൾ നടന്ന മഹാത്മാഗാന്ധിക്ക് പോയി അരുത് എന്ന് പറഞ്ഞ് വിലക്കേണ്ടി വന്ന ഗാന്ധിയെ ആക്രമിച്ചിട്ടുണ്ടല്ലോ. ഗാന്ധിജിക്ക് നേരെ കല്ലേറുണ്ടായി. ഗാന്ധിജി താമസിച്ച വീടിന് നേരെ കല്ലേറുണ്ടായി. അങ്ങനെ വർഗീയമായി ഭ്രാന്ത് പിടിച്ച് ചേരി തിരിഞ്ഞു നിന്ന് മനുഷ്യനെ കൊന്നിരുന്ന കൂട്ടക്കൊലകൾ അരങ്ങേറിയ ഒരു നാട് ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നത് വരെ വർഗീയ കലാപങ്ങൾ നിത്യസംഭവമായിരുന്നുവെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലിരുന്ന 34 വർഷത്തിന്റെ ഏറ്റവും വലിയ നേട്ടം, അഭിമാനകരമായ നേട്ടം, ഒരൊറ്റ വർഗീയ കലാപം പോലും ഉണ്ടായില്ലെന്നതാണ്. പിന്നീട് മമതാ ബാനർജി വന്നു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ എല്ലാവരും കൂടി ഒരുമിച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചപ്പോൾ വലിയ വിജയാഘോഷമായിരുന്നു. ഇവിടെ കൂടിയവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് പിന്നെ വരാം. ഇവിടെ ആരൊക്കെയാണ് ഒരുമിച്ച് കൂടിയത്? അവരെല്ലാം ബംഗാളിലുണ്ടായിരുന്നു. ഇടതുപക്ഷത്തെ താഴെ ഇറക്കി എല്ലാം ഭദ്രമാവും ഗംഭീരമാവും എന്ന് കരുതിയവർ പിന്നെ കണ്ടതെന്താ? പിന്നെ പഴയ വർഗീയത ബംഗാളിന്റെ തെരുവുകളിൽ ഉറഞ്ഞു തുള്ളുന്ന കാഴ്ചയാണ് പിന്നീടുണ്ടായത്. എല്ലാ മതചടങ്ങുകളും കലാപങ്ങളായിട്ട് മാറി. ശ്രീരാമ ജയന്തി വടിവാളും തൃശൂലവുമായിട്ട് RSSകാർ തെരുവിൽ അഴിഞ്ഞാടി. കാളി പൂജ, എല്ലാ ചടങ്ങുകളും വർഗീയ സംഘർഷങ്ങളിലും കൊലപാതകങ്ങളിലും അവസാനിക്കുന്ന സ്ഥിതിയായി. അവസാനം ഇപ്പോ മമതാ ബാനർജി അധികാരത്തിൽ നിന്ന് പോയി എന്ന് മാത്രമല്ല, മമതയുടെ പാർട്ടി ഒരു പാറപ്പുറത്ത് ചില്ലുപാത്രം വീണുടഞ്ഞാൽ എങ്ങനെ കഷ്ണം കഷ്ണമായി ചിതറിത്തെറിക്കുമോ അതുപോലെ ഒന്നുമല്ലാതായി മാറി. ഒടുവിൽ ആ ബംഗാളിൽ BJP അധികാരത്തിലെത്തി. ഇപ്പോ എന്താണോ UP-യിൽ ചെയ്യുന്നത്, എന്താണോ ഉത്തരേന്ത്യയിൽ ഗുജറാത്തിൽ ചെയ്യുന്നത്, അത് ബംഗാളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ബുൾഡോസർ രാജ്. ഇഷ്ടമല്ലാത്തവരുടെ എല്ലാം വീടുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ബുൾഡോസർ ഉപയോഗിച്ച്. UP-യും ഗുജറാത്തും പോലെ ബംഗാളിനെ ആക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ തൃണമൂൽ കോൺഗ്രസിനെ തെരുവുകളിൽ കാണാനുണ്ടോ? നിങ്ങൾക്ക് അവിടെ കോൺഗ്രസിനെ തെരുവിൽ കാണാനുണ്ടോ? തൃണമൂലിന്റെ വലങ്കയ്യായി ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ കൂടിയ നക്സലൈറ്റുകളെയും ജമാഅത്തെ ഇസ്ലാമിയെയും അവിടെ കാണാനുണ്ടോ? ഇവരെല്ലാം സുരക്ഷിതമായ മാളങ്ങളിലേക്ക് പിൻവലിഞ്ഞു. ആ ബുൾഡോസറിന്റെ മുമ്പിൽ നിന്ന് ചെറുക്കുന്നതാരാണ്? ബംഗാളിൽ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് ഈ അനീതി ഇവിടെ നടക്കില്ല എന്ന് വിളിച്ചു പറയാൻ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് അവശേഷിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ വലിയ ആക്രമണമാണ്. ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടു കാണും. ഡിവൈഎഫ്ഐയുടെ പഴയ ജനറൽ സെക്രട്ടറി ഇപ്പോ ബംഗാളിലെ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം തപസ് സിൻഹയെ BJP-ക്കാർ ആക്രമിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആശുപത്രിയിലാണ്. കഴിഞ്ഞ ദിവസം ഒരു CPIM പ്രവർത്തകനെ BJP-ക്കാർ ബംഗാളിൽ കൊലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാൻ പോയ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം മീനാക്ഷി മുഖർജി ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചു. അവിടെ നേർക്ക് നേരെ പോരാട്ടം നടക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരും RSSും തമ്മിലാണ്. മമതയും മമതയുടെ അനുയായികളും ഇപ്പൊ കാണാനില്ല. കോൺഗ്രസിനെ കാണാനില്ല, മാവോയിസ്റ്റുകളെ കാണാനില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരെ കാണാനില്ല. ഇപ്പൊ ആരേ ഉള്ളൂ ചെറുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ. ഒരേ ഒരു കൊടിയെ ഇപ്പൊ ഉയർന്നു കാണുന്നുള്ളൂ ഇവർക്കെതിരെ. അത് ചുവന്ന കൊടിയാണ്. ഇവർക്കെതിരെ ഒറ്റ മുദ്രാവാക്യം മാത്രമേ ഇന്ന് ബംഗാളിന്റെയും കൽക്കത്തയുടെയും തെരുവുകളിൽ ഉയരുന്നുള്ളൂ. ആ മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യമാണ്. അതാണ് ബംഗാളിന്റെ അനുഭവം. ഇവിടെയും ബംഗാളിലേതുപോലെ RSSനും BJP-ക്കും വഴിവെട്ടാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് 2021 തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും വലതുപക്ഷമാകെ തീരുമാനിച്ചിരുന്നു ഇനിയൊരവസരം കൂടി ഇടതുപക്ഷത്തിന് ഉണ്ടാകാൻ പാടില്ല. കാരണം അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് 2021 ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണം ഉണ്ടായത്.
എല്ലാവരെയും എത്തിച്ചുണ്ട്. ഷോക്കടിച്ചതുപോലെ ആയിപ്പോയി. കേരളത്തിലെ വലതുപക്ഷം മാത്രമല്ല, ഇന്ത്യയിലാകെയുള്ള വലതുപക്ഷത്തിന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജനങ്ങൾ ഇടതുപക്ഷത്തിന് തുടർഭരണം കൊടുത്തു. 1980 ശേഷമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുന്നണിക്കും കൊടുക്കാത്ത തുടർഭരണം ഇടതുപക്ഷത്തിന് കൊടുത്തു. അത് പരിഭ്രാന്തരാക്കി വലതുപക്ഷ ശക്തികളെ. അവരന്ന് മുതൽ തുടങ്ങിയ പണിയാണ്. അന്ന് മുതൽ അവരെ പണി ആരംഭിച്ചതാണ്. ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ, ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ, തകർക്കാനുള്ള ശ്രമം അന്ന് ആരംഭിച്ചതാണ്. എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയത്? ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയത് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ്. കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി ബദൽ നയങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിയത് കൊണ്ടാണ്. വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷതയുടെ ബദൽ, ജനവിരുദ്ധമായ സാമ്പത്തിക നയങ്ങൾക്കെതിരെ വികസനത്തിലും ക്ഷേമത്തിലും അധിഷ്ഠിതമായ ബദൽ, ആ ബദൽ നയങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കി. അതും ഏത് കാലത്ത്? കേരളം ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിട്ട ഒരു കാലത്ത് ആ വെല്ലുവിളികളെയെല്ലാം ധീരമായി സമചിത്തതയോടെ നേരിട്ട് കേരളത്തെ മുന്നോട്ട് നയിച്ചൊരു ഗവൺമെന്റ് ആയിരുന്നു ഒന്നാം പിണറായി സർക്കാർ. കാരണം 2018 പ്രളയം, ഇപ്പൊ നമുക്കതെല്ലാം മറന്നു. 8 വർഷമായിട്ടുള്ളൂ പ്രളയം ഉണ്ടായിട്ട്. നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ പ്രളയം, ഈ നാടിന്റെ നടുപൊട്ടിച്ചൊരു പ്രളയമാണ്. ഇന്ന് നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ വെറും 8 കൊല്ലം മുമ്പാണ് ഇത്ര വലിയൊരു പ്രളയം ഉണ്ടായത്, അങ്ങനെ ഒരു പ്രളയമുണ്ടായി എല്ലാം തകർന്നൊരു നാടായിരുന്നു ഇത് എന്ന് ഇന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടോ? എങ്ങനെയാണ് ഈ പുനർനിർമ്മാണം സാധ്യമായത്? പ്രളയമുണ്ടായി, അടുത്ത വർഷം വീണ്ടും ഇതേ പ്രളയത്തിന്റെ തനിയാവർത്തനമുണ്ടായി. 2019 പ്രളയത്തിന്റെ തനിയാവർത്തനം, അതിനിടയിൽ ഓഖി ചുഴലിക്കാറ്റുണ്ടായി. 2020 കോവിഡ് മഹാമാരിയുണ്ടായി. ലോകത്താകെ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ പോലും ആളുകൾ കൂട്ടത്തോടെ മരിച്ചു വീഴുകയും ഒരു വലിയ കുഴിയിൽ കൂട്ടത്തോടെ മൃതശരീരങ്ങളിട്ട് മുടുകയും ചെയ്ത ഹൃദയഭേദകമായിട്ടുള്ള വാർത്തകളും കാഴ്ചകളും നാം അന്ന് കണ്ടു. എന്തൊരു കാലമായിരുന്നു ആ കാലം! ഇപ്പൊ നമ്മുടെ എല്ലാ ഓർമ്മകളിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതാണ് ഒരു പ്രശ്നം. ആളുകൾ വേഗം എല്ലാം മറക്കും എന്നതാണ് പ്രശ്നം. അതിപ്പോ നമ്മുടെ ഒന്നും ഓർമ്മയിലില്ല. നിങ്ങളിൽ പലരും ആശുപത്രി കിടന്നിട്ടുള്ളവരായിരിക്കും അക്കാലത്ത്. നിങ്ങളിൽ പലരും ജീവിതത്തിന്റെയും മരണത്തിന്റെയും നൂൽപ്പാലത്തിലൂടെ പോയിട്ടുള്ളവർ ഈ കൂട്ടത്തിലുണ്ടാവും. മരണത്തെ മുഖാമുഖം കണ്ടവരുണ്ടാവും. ഞാൻ അങ്ങനെ കണ്ടൊരാളാണ്. സർക്കാർ ആശുപത്രിയിൽ കുറ്റമറ്റ ചികിത്സാ സംവിധാനമില്ലായിരുന്നെങ്കിൽ നമ്മളെപ്പോലെ അനേകം പേര് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. 10 ദിവസം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ICUവിൽ മൂക്കിനോട് ട്യൂബും ഇട്ട് കിടന്ന ഒരാളാണ്. എനിക്ക് 10 ദിവസം കഴിഞ്ഞപ്പോ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, പൈസ ചെലവ് വന്നത് 17,000 രൂപയാണ്. എന്നാൽ ഡൽഹിയിൽ ഞങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ, മലയാളിയായ ചെറുപ്പക്കാരൻ, 10 ദിവസം കടന്നപ്പോ വന്ന ബില്ല് 35 ലക്ഷം രൂപ. അതാ വ്യത്യാസം. ഇപ്പൊ എല്ലാം മറന്നു, ആളുകളെല്ലാം മറന്നു, വേഗം മറക്കുന്ന കാലമാണ്. ഇനി അടുത്ത ഒരു മഹാമാരി വരുമ്പോഴായിരിക്കും ഇവര് പക്ഷെ പഴയത് ഓർക്കുക. 5 വർഷമായി 6 വർഷമായിട്ടുള്ളൂ കോവിഡ് മഹാമാരി. അതിനെ തുടർന്നുണ്ടായ ലോക്ക്ഡൌൺ, പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി, സ്വന്തം വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി, അന്നന്ന് പണിയെടുത്ത് പോയി കിട്ടുന്ന കൂലി കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് എന്തു ചെയ്യണമെന്ന് അറിയാത്ത സ്ഥിതി, പണിക്ക് പോകാനാവാത്ത അവസ്ഥ. ആരെങ്കിലും കേരളത്തിൽ പട്ടിണി കിടന്നോ? ആരും കേരളത്തിൽ പട്ടിണി കിടന്നില്ല. ആരും പട്ടിണി കിടക്കില്ല എന്ന് സർക്കാർ ഉറപ്പാക്കി. കൂട്ടമരണങ്ങൾ കേരളത്തിൽ ഉണ്ടായോ? മോദിയുടെ ഗുജറാത്തിലും യോഗിയുടെ UP-യിലും നമ്മൾ കണ്ടത് എന്താണ്? കൂട്ടച്ചിതയൊരുക്കുന്നതാണ്.
എങ്ങനെയാണ് ചിത? എല്ലാ ചടങ്ങും ആചാരവും പാലിച്ചാണ്? അല്ല, പെട്രോൾ ഒഴിച്ച് കൂട്ടത്തോടെ കത്തിക്കുകയാണ്. അതും കഴിയാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? മൃതശരീരങ്ങൾ ഗംഗയിലേക്കും യമുനയിലേക്കും ഒഴുക്കി. ഗംഗയിലും യമുനയിലും മൃതശരീരങ്ങൾ ഒഴുകി നടക്കുന്നതിന്റെ കാഴ്ച കണ്ടു. കൂട്ട ശവസംസ്കാരങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതൊന്നും വരാതിരുന്ന ഒരു സ്ഥലമേ ഉണ്ടായുള്ളൂ, അത് ഈ കേരളമാണ്. കേരളത്തിൽ മരണനിരക്ക് ലോകത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക്. ആ മരണനിരക്ക് കുറഞ്ഞത് എന്ന് മാത്രമല്ല, മരിച്ചവർക്ക് അർഹമായ ശവസംസ്കാരം. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മികവ് കൊണ്ട് ഒരു മഹാമാരിയെ എങ്ങനെ നേരിടാമെന്ന് ലോകത്തിന് മുമ്പിൽ കേരളം ഒരു മാതൃകയായ ദിവസങ്ങളും മാസങ്ങളുമായിരുന്നത്. അതിനെയൊക്കെ നേരിട്ടത് കൊണ്ടാണ്, ഫലപ്രദമായി അതിന് നേതൃത്വം കൊടുത്തത് കൊണ്ടാണ്, പ്രതിസന്ധികളിൽ ഉലഞ്ഞു പോകാതെ ഒരു നാടിനെ നയിച്ചത് കൊണ്ടാണ് 2021 വീണ്ടും തുടർഭരണം ഉണ്ടായത്. 21 മുതൽ 26 വരെയുള്ള ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും പാലിക്കാൻ ശ്രമിച്ച ഗവൺമെന്റാണ്. അത് ഏത് സമയത്താണ്? 16 മുതൽ 21 വരെ പ്രളയവും മോഖിയും കോവിഡും പോലുള്ള പ്രകൃതി ദുരന്തങ്ങളായിരുന്നുവെങ്കിൽ 21 മുതൽ 26 വരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ദ്രോഹ നടപടികളായിരുന്നു. കേന്ദ്രം അടിച്ചേൽപ്പിച്ച ദുരന്തങ്ങളാണ്. കേരളത്തിന് അർഹമായ തുക നൽകുന്നില്ല, നികുതി വിഹിതം നമുക്ക് അർഹമായത് നൽകുന്നില്ല, കേരളത്തിന് നൽകേണ്ട പണം പിടിച്ചു വെക്കുകയാണ്, വെട്ടിച്ചുരുക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെന്റിന് അർഹമായ നികുതി വിഹിതം കിട്ടാൻ സുപ്രീം കോടതിയിൽ കേസിന് പോകേണ്ടി വന്നു. കേന്ദ്ര ഗവൺമെന്റിനെതിരെ, ഇന്ത്യ ഗവൺമെന്റിനെതിരെ ഒരു സംസ്ഥാന ഗവൺമെന്റിന് കേസിന് പോകേണ്ടി വന്നത് കേരളത്തിലെ ഗവൺമെന്റിനാണ്. എന്താ കാരണം? ഇടതുപക്ഷമാണ്, രാഷ്ട്രീയമായി തങ്ങളുടെ എതിരാളികളാണ്. അതുകൊണ്ട് കൊടുക്കേണ്ട പണം ഔദാര്യമല്ല, നിയമപരമായി നമുക്ക് അവകാശപ്പെട്ട പണം, ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ വിഹിതം അത് കൊടുക്കില്ല എന്ന് കേന്ദ്രത്തിന്റെ വാശി. ദുരന്തമുണ്ടായപ്പോൾ അതിന് സഹായം പോലും നമുക്ക് തന്നില്ല. സഹായിക്കാൻ വന്നവരെ വിലക്കി. വയനാട് ദുരന്തം, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, ചില്ലിക്കാശ് കേന്ദ്ര സർക്കാർ തന്നോ? നമുക്ക് തന്നില്ല. അന്ന് കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്രത്തിന്റെ കൂടെ കൂടി. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടാൻ കൂട്ടാക്കിയില്ല. ഒരു മഹാദുരന്തം, ഒരു ദിവസം രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒരു നാട് മുഴുവൻ ഒലിച്ചു പോയ 500-ലേറെ ആളുകൾ കൊല്ലപ്പെട്ട ദുരന്തമുണ്ടായിട്ട് ചില്ലിക്കാശ് തന്നില്ല. പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നു, ഫോട്ടോഷൂട്ട് നടത്തി, ഒരു കുട്ടിയെ ഓമനിച്ചു, ക്യാമറ നല്ല ആംഗിളിലാണ് എന്ന് ഉറപ്പാക്കി, ഫോട്ടോ നന്നായി കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി. അദ്ദേഹം പോയി, ചില്ലിക്കാശ് തന്നില്ല. ഹൈക്കോടതി പോലും ചോദിച്ചു. പക്ഷേ വയനാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും കെടുതി നേരിടേണ്ടി വന്നോ? വയനാട്ടിലെ ടൗൺഷിപ്പ്, ലോകത്തിന് മാതൃകയായ ടൗൺഷിപ്പ്, ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലല്ലേ ഉണ്ടായത്? അപ്പൊ കേന്ദ്രത്തിന്റെ ദ്രോഹ നടപടികൾ ഉണ്ടായിട്ടും, കേന്ദ്രം നമുക്ക് നൽകേണ്ട തുക നൽകാതിരുന്നിട്ടും ഒന്നും മുടക്കമില്ലാതെ കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ LDF സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടായി. റോഡിന് റോഡ്, പാലത്തിന് പാലം, സ്കൂളിന് സ്കൂള്, പെൻഷൻ മുടങ്ങാതെ പെൻഷൻ, ശമ്പളം മുടങ്ങിയില്ല, ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ മുടക്കം ഇല്ലാതെ ലഭ്യമാക്കി. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നുണ നിർമ്മിക്കുന്ന നുണ ഫാക്ടറികൾ നേരത്തെ തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. നുണ ഫാക്ടറികൾ പല സ്ഥലത്തായിട്ടാണ് നുണ ഫാക്ടറികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കാരണം സർക്കാരിനെതിരെ സാധാരണഗതിയിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല. അപ്പൊ എന്ത് വേണം? ഒരു എതിർ വികാരം ഉണ്ടാക്കിയെടുക്കണം. സാധാരണഗതിയില്ല. കാരണം പെൻഷൻ മുടങ്ങിയിട്ടില്ല, ശമ്പളം മുടങ്ങുന്നില്ല, ആനുകൂല്യങ്ങൾക്കൊന്നും മുടക്കമില്ല, നാട്ടിൽ റോഡും സ്കൂളും ആശുപത്രിയും എല്ലാം നന്നായി. അപ്പോ നുണകൾ പറഞ്ഞുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ അവിശ്വാസം സൃഷ്ടിക്കലേ മാർഗമുള്ളൂ. ഈ പ്രതിപക്ഷം എന്തൊക്കെ പറഞ്ഞതെന്ന് ഓർക്കുന്നില്ലേ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കും അസംബ്ലിയിൽ പറഞ്ഞു, അദ്ദേഹം ശപിച്ചു. എന്താ ശപിച്ചത്? കേരളം ഒരു ശ്രീലങ്കയായി മാറും, കടം കയറി മുടിയും, അതാണ് ശാപം.
അന്ന് ശ്രീലങ്ക കടക്കണിയിലകപ്പെട്ട് വലിയ രാഷ്ട്രീയ കുഴപ്പത്തിലേക്ക് നീങ്ങി. പ്രസിഡന്റിന്റെ കൊട്ടാരം ജനങ്ങൾ പോയി കയ്യേറി, പ്രധാനമന്ത്രിയുടെ വീടിന് തീവച്ചു, വലിയ രാഷ്ട്രീയ സംഘർഷം നടക്കുക. എന്ന കാരണം സാമ്പത്തികമായി തകർന്നു, കടക്കണിയിലായി. അപ്പൊ കേരളത്തിന്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞു, ഇതാ കേരളം ഒരു ശ്രീലങ്കയായി മാറാൻ പോവുകയാണ്, കടം കയറി മുടിയാൻ പോവുകയാണ്. പക്ഷേ കേരളം ശ്രീലങ്കയായി മാറിയില്ല എന്ന് മാത്രമല്ല, ശ്രീലങ്ക ഒരു കേരളമായിട്ട് മാറുന്നതും നമ്മൾ കണ്ടു. ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 1 വർഷം കൊണ്ട് ശ്രീലങ്കയെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തു. അപ്പോ സതീശന്റെ ആഗ്രഹം നടന്നില്ല, കേരളം ശ്രീലങ്കയായില്ല. മലയാള മനോരമ പറഞ്ഞു പെൻഷൻ മുടങ്ങും. ഏത് പെൻഷൻ? ക്ഷേമ പെൻഷൻ മാത്രമല്ല, സർവീസ് പെൻഷനും മുടങ്ങും, ജീവനക്കാർക്കുള്ള ശമ്പളം വെക്കും. എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു. അന്നൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പറഞ്ഞു, ഇനിയൊരു മഴക്കാലം കൂടി വരാനുണ്ട്, ഒരു പ്രളയം കൂടി ഉണ്ടാവും, അതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ എന്ന് കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. അതുപോലെ ഇവര് പറഞ്ഞു കേരളം ശ്രീലങ്കയാവും, ശമ്പളം മുടങ്ങും, പെൻഷൻ മുടങ്ങും, അപ്പൊ നാട്ടുകാരെതിരാവും. ഒന്നുണ്ടായില്ല, അതൊന്നും സംഭവിച്ചില്ല. എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് നടക്കുകയാണ്. അപ്പൊ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള കഥകളാണ്. 2 തരത്തിലാണ് കഥകൾ ഉണ്ടാക്കിയത് കേട്ടോ. ഒന്ന്, ഇടതുപക്ഷ വിരുദ്ധരായി നിൽക്കുന്ന എല്ലാവരെയും ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഥകൾ. അത് ഈ ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. ഇവർ BJPയുമായി ഡീലുണ്ടാക്കിയിരിക്കുകയാണ്. അതായിരുന്നു ഒരു പ്രചരണം. അതിന് പല കഥകളും അവർ ഉപയോഗിച്ചു. PM ശ്രീ, അപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകൾ വരുന്നത്. ആ പ്രസ്താവനയ്ക്കെതിരെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന കൊടുത്തു. പക്ഷെ ആ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും വന്നില്ല. അപ്പം പറഞ്ഞു, കണ്ടോ വെള്ളാപ്പള്ളി പറയുന്നു, വെള്ളാപ്പള്ളി പറഞ്ഞു എന്റെ പഴിയാർക്ക് CPMന്. ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന പ്രചരണം ഒരു ഭാഗത്ത്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ. അതുകൊണ്ട് ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. ആരൊക്കെയാണ്? അതാ ഞാൻ പറഞ്ഞത്. ബംഗാളിൽ ഉണ്ടായ ആ സഖ്യം കേരളത്തിലുണ്ടായി. ബംഗാളിൽ ആരൊക്കെയായിരുന്നു? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, പിന്നെ തീവ്ര ഇടതുപക്ഷമായ മാവോയിസ്റ്റുകൾ, പിന്നെ ജമാഅത്തെ ഇസ്ലാമി, അതിന് പിന്തുണയുമായി RSS. അന്ന് അതിനെ വിശേഷിപ്പിച്ചത് മഴവിൽ സഖ്യം എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ നിറമുള്ള കൊടിയും പിടിക്കുന്നവർ ഒരുമിച്ചു. ആർക്കെതിരെ? ചുവന്ന കൊടി പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ. കോൺഗ്രസ്, തൃണമൂല്, കാവിക്കൊടി പിടിക്കുന്ന RSS, പച്ചക്കൊടിയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി എല്ലാവരും ഒരുമിച്ചു, മാവോയിസ്റ്റ്. ആ മഴവിൽ സഖ്യത്തിന്റെ മാതൃകയിൽ കേരളത്തിൽ ഒരു സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമം പിന്നീട് നടന്നത്. അതിന് വലിയ നുണകൾ അഴിച്ചുവിട്ടു. എന്തായിരുന്നു? എല്ലാ ഇടതുപക്ഷ വിരുദ്ധരെയും ഏകോപിപ്പിക്കുക, വിമോചന സമരകാലത്തുന്നതുപോലെ എല്ലാവരെയും ഏകോപിപ്പിക്കുക. ലീഗ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വർഗീയ ശക്തികൾ ഒരു ഭാഗത്ത്, RSS പോലുള്ള വർഗീയ ശക്തികൾ മറുഭാഗത്ത്, ഇവരെ എല്ലാവരെയും ഏകോപിപ്പിക്കാനുള്ള ശ്രമം. അതിന് നേതൃത്വം കൊടുത്തതാരാ? അതിന് മാധ്യമങ്ങളുടെ നേതൃത്വം. മാധ്യമങ്ങൾ ഏകോപനം ഉറപ്പാക്കി. എല്ലാ ദിവസവും വൈകുന്നേരം സർക്കാരിനെതിരെ ഒന്നുകിൽ ഇല്ലാ കഥകൾ അല്ലെങ്കിൽ അർത്ഥസത്യങ്ങൾ വെച്ച് CPIMനും സർക്കാരിനുമെതിരായി വൈകുന്നേരം ചർച്ചയ്ക്ക് സ്ഥിരം ആസ്ഥാന വിദ്വാൻമാരുണ്ട്, സ്ഥിരം വിദൂഷക സദസ്സുണ്ട്. ഒരേ ആളുകൾ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടും, ഒരേ ആളുകൾ. എന്നിട്ട് ഇടതുപക്ഷത്തിനെതിരായി CPIMനെതിരായി ചർച്ചയോട് ചർച്ച. സ്ഥിരമായിട്ട് ഇത് കേൾക്കുമ്പോൾ ഇടതുപക്ഷത്തിൽ നിൽക്കുന്നവർക്കും തോന്നും ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ പറയും. അങ്ങനെയാണ്, ഒന്നുമില്ലാതെ ഇങ്ങനെ പറയും. എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഥകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പിന്നൊരു പ്രചരണം നടന്നത് എന്താ? അത് ഇടതുപക്ഷത്തുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി പ്രചരണം നടന്നു. അതെന്താണെന്നറിയോ? അത് ഇടതുപക്ഷത്തുള്ളവരെ ലക്ഷ്യം വെച്ചിട്ടാണ്. സർക്കാരൊക്കെ കൊള്ളാം, നന്നായി ഭരിക്കുന്നുണ്ട്,
സ്ത്രീകൾക്ക് 32 ലക്ഷം സ്ത്രീകൾക്ക് പെൻഷൻ കൊടുത്തു, 62 ലക്ഷം പെൻഷൻകാർക്ക് മുടക്കമില്ലാതെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ സ്കൂളൊക്കെ ഉണ്ടാക്കിയിട്ട് സർക്കാരൊക്കെ കൊള്ളാം. പക്ഷെ എന്നാലൊരു മാറ്റം വരണം അല്ലേ? ഒന്ന് മാറുന്നതാണ് നല്ലത്. ചില എഴുത്തുകാർ, ബുദ്ധിജീവികൾ അവരൊക്കെ പറഞ്ഞു തുടർഭരണം വരുന്നത് നല്ലതല്ല. ആർക്ക് നല്ലതല്ല? നാട്ടുകാർക്ക് നല്ലതല്ല എന്നല്ല, നാട്ടുകാർക്കൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ ഇടതുപക്ഷത്തിന് നല്ലതാവില്ല. അതുകൊണ്ട് നാട്ടുകാർക്ക് കുറച്ച് കഷ്ടം വന്നാലും ഇടതുപക്ഷം നന്നാവാൻ ഇപ്രാവശ്യം അവരെ ഒന്ന് തോൽപ്പിക്കണം. സ്നേഹം കൊണ്ടാണ്, വേറൊന്നുമല്ല എന്നാണ്. സ്നേഹം കൊണ്ട് പറഞ്ഞു. ഏത് സ്നേഹാന്നറിയോ? ധൃതരാഷ്ട്രരുടെ സ്നേഹം. ഭീമനോട് ധൃതരാഷ്ട്രർക്ക് തോന്നിയ സ്നേഹം ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭീമനെ മുമ്പിൽ കൊണ്ടുപോയി നിർത്താതെ എന്ത് ചെയ്തത്? ഭീമന്റെ ഒരു പ്രതിമയുണ്ടാക്കി കൊണ്ടുപോയി അന്ധനായ ധൃതരാഷ്ട്രരുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. കണ്ണ് കാണില്ലെങ്കിലും കുടിലതയ്ക്കൊരു കുറവില്ല. ധൃതരാഷ്ട്രർ ആ പ്രതിമയെ അമർത്തി ആലിംഗനം ചെയ്തപ്പോ ആ പ്രതിമ കുടിഞ്ഞുപോയി എന്നാണ്. അങ്ങനെയാണ് ധൃതരാഷ്ട്രാലിംഗനം എന്ന വാക്കുണ്ടായത്, ഒരു ചൊല്ലുണ്ടായത്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരാണ് എന്ന് അവകാശപ്പെടുന്ന ചിലർ, ഞങ്ങൾ ഇടതുപക്ഷം തന്നെയാണ്, ഇടതുപക്ഷം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് അവകാശപ്പെടുന്ന ചിലർ ഒരു ധൃതരാഷ്ട്രാലിംഗനം ആരുടെ കൂടെ? നിർണായക സമയത്ത് വലതുപക്ഷത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട്. കുറച്ചുപേരെ അതൊക്കെ സ്വാധീനിച്ചു, ചിലർ വിശ്വസിച്ചു പോയി. ശരിയാണ്, നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ പറയുന്നത്. ഇതിനെ വിശ്വസിക്കാൻ ഓരോരുത്തർക്കും അവനവൻ്റെതായ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ ഇടതുപക്ഷം ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒന്ന് തോൽക്കുന്നത് നല്ലതാണ്, ഒന്ന് മാറി നിന്നോട്ടെ, പിന്നെ അടുത്ത പ്രാവശ്യം വരാലോ എന്നാണ്. അങ്ങനെ ചിലർ പറഞ്ഞത് കേട്ടാ തോന്നുന്നു ഇത്ര കാലം കൊണ്ടുവന്നത് ഇവരാണ്, ഇനി അടുത്ത പ്രാവശ്യം വിരുന്ന് കൊണ്ടുവരും എന്നാണ് തോന്നുന്നത്. പല ഭാഷയിലാണ് ഇടതുവിരുദ്ധർ സംസാരിച്ചത് എന്ന് നമ്മൾ കാണണം. പല ഭാഷയിലാണ് സംസാരിച്ചത്. ഇടതുപക്ഷത്തോടുള്ള സ്നേഹം മൂലമാണ് ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു നീക്കം. ശുദ്ധരായ നിഷ്കളങ്കരായ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ, വലതുപക്ഷത്തെ ഏകോപിപ്പിക്കാൻ വേറെ ശ്രമം. ആരൊക്കെയാണ്? മലയാള മനോരമയ്ക്കാണ് ഇടതുപക്ഷത്തോടുള്ള സ്നേഹം മൂലം ഇടതുപക്ഷം നന്നാകണമെന്ന് ആഗ്രഹിച്ച് അതുകൊണ്ട് മാത്രം ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഇറങ്ങിയത് മലയാള മനോരമയ്ക്കാണ്. ഈ കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഇങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആസൂത്രിതമായ പ്രചരണം നടത്തിയത്. നുണകൾ പ്രചരിപ്പിക്കാൻ കോടിക്കണക്കിന് രൂപ മുടക്കി വലിയ പ്രൊഫഷണൽ സംഘങ്ങളെ വാടകയ്ക്കെടുത്തു. ഇതൊക്കെ പണ്ട് പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കനഗോലു എന്ന് കേൾക്കാത്തവരിപ്പില്ല. കനഗോലു ആരാ? കനഗോലു ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് റിലേഷൻസ് ഏജൻസിയുടെ ഉടമയാണ്, കർണാടകക്കാരനാണ്. ഇന്ത്യയിലെ പല തെരഞ്ഞെടുപ്പിലും പ്രചരണം, അയാൾ BJPക്ക് വേണ്ടി പ്രചരണം നടത്തും, കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തും. അങ്ങനെയൊന്നുമില്ല, ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടും പ്രചരണം നടത്തും. കോടിക്കണക്കിന് ഒറ്റ കൊടുക്കണമെന്ന് മാത്രം, ചെറിയ കോടിയല്ല. അപ്പൊ കനഗോലു ഇവിടെ 2 വർഷം കേന്ദ്രീകരിച്ച പ്രവർത്തിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പണി തുടങ്ങി. എന്താ പണി? വേറൊന്നുമില്ല, നിങ്ങളൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും. കനഗോലുവിന്റെ സംഘത്തിലുണ്ടായിരുന്ന ഒരാളുടെ ഇന്റർവ്യൂ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വന്നു. അദ്ദേഹം പറഞ്ഞു വളരെ എളുപ്പമായിരുന്നില്ല, കാരണം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഒരു അവിശ്വാസം വളർത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ജോലി. അതിന് പ്രാദേശികമായി ഓരോ സ്ഥലത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടെത്തി, പോയി സർവേ നടത്തി കണ്ടെത്തി. ആ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചു, അതിനെ മുൻനിർത്തി കഥകളുണ്ടാക്കി, അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. പിന്നെ അനേകം പേരുണ്ടല്ലോ ഈ പ്രചരണം നടത്താൻ, യൂട്യൂബ് ചാനലുകൾ, അവരൊക്കെ വിലക്കെടുത്തു. ഇങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. എങ്ങനെ കാണുന്നത്? പരദൂഷണം, അപവാദം, പിന്നെ കുറച്ച് കിക്കിളിപ്പെടുത്തുന്ന കഥകൾ, ഇതെല്ലാം പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. ലക്ഷക്കണക്കിന് ആളാ കാണുന്നത്. അവരെ മുഴുവൻ വിലക്കെടുത്തു. എന്നാൽ അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്കെതിരായി ഇല്ലാ കഥകൾ യൂട്യൂബിൽ ആർക്കും എന്തും പറയാമല്ലോ, അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്? നിങ്ങളിപ്പോ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ?
ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും തലപൊക്കി ജനലിലൂടെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? തീവണ്ടിയിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ? തലപൊക്കിയിരിക്കുന്ന ഒരാളെയും കാണില്ല. നോക്കുന്ന മുഴുവൻ ഇങ്ങനെ. ചിലര് മറ്റേ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചിട്ടാണ്, അല്ലാത്തതും നമുക്കും കേൾക്കാം. തീവണ്ടിയിൽ ഇരിക്കുമ്പോൾ ഒരാളിങ്ങനെ കൊണ്ടും, അപ്പൊ പിണറായി വിജയനെതിരെ, കുറച്ച് ഇങ്ങോട്ട് കൊണ്ടും, അപ്പൊ MV ഗോവിന്ദനെതിരെ, പിന്നെ ഇങ്ങോട്ട് കൊണ്ടും, അപ്പൊ വേറൊരാൾക്കെതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ബസ്സിലാവട്ടെ, TV-യിലാവട്ടെ, ഈ വീട്ടിൽ ചെന്നു വെച്ചല്ലോ, വീട്ടിലെ സ്ത്രീകൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? ഈ യൂട്യൂബ് ചാനല് ഓൺ ചെയ്ത് അടുക്കളയിലിട്ട് വയ്ക്കും. എന്നിട്ടാണ് ഈ കഷ്ണം നുറുക്കലൊക്കെ അല്ലേ? കഷ്ണം നുറുക്കുമ്പോഴൊക്കെ മറ്റേ സാധനം തലയ്ക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വിഷലിപ്തമായ പ്രചരണം. അടുപ്പത്ത് സാമ്പാർ തിളയ്ക്കുന്നത് പോലെ ഇവിടെ യൂട്യൂബിൽ നുണ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പാകാവുമ്പോഴേക്കും നമ്മൾ ഒരു ഭാഗമായിട്ടുണ്ടാവും. ഇവരെങ്ങനെ വിട്ടാൻ പറ്റില്ല അല്ലെ? ആ ബോധത്തിലേക്ക് എപ്പോഴേക്കും എത്തും. ചോറ് വാർക്കാറാവുമ്പോഴേക്കും ഇത് കണ്ട് 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 ഈ ബോധത്തിലേക്ക് നമ്മൾ എത്തിക്കണം. അത് സംഗതി ശരി, ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പറയൂ. പ്രാവശ്യം ഒരു അടി കൊടുക്കണം അല്ലേ? ഇങ്ങനെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരിലും ആശയക്കുഴപ്പമുണ്ടാക്കി. എന്താണ്? നുണകൾ, അർത്ഥസത്യങ്ങൾ, അത് ആവർത്തിച്ച് പറയുക, അത് വാട്സാപ്പ് വഴി എല്ലാവരുടെയും ഉള്ളംകൈയിൽ എത്തിക്കുക. അതാണ് മിനിറ്റുകൾ കൊണ്ട് നുണ ഇന്ന് ഉള്ളംകൈയിൽ എത്തിക്കാൻ പറ്റും. പണ്ടാണെങ്കിൽ ഇത് എത്തിക്കാൻ എളുപ്പമല്ലായിരുന്നു, ഇത്ര എളുപ്പമല്ലായിരുന്നു. ഇപ്പോഴും മിനിറ്റുകൾ തോറുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ദിവസം 1 ഡസൻ മെസ്സേജ് കിട്ടും. ഏതെങ്കിലും ഒരു യൂട്യൂബിൽ ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധൻ പറഞ്ഞ കാര്യം അയച്ചിട്ട്, സ്വഭാവേ ഇത് ശരിയാണ്. കാരണം ആശയക്കുഴപ്പം വരികയാണ്. അപ്പോ ആശയക്കുഴപ്പം വരികയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം തന്നെ വേണ്ടത്ര ചിരിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. അഴിമതി നടത്തി എന്നല്ല ആക്ഷേപം. ഈ സർക്കാരിനെതിരെ 10 കൊല്ലം സർക്കാർ അധികാരത്തിലിരിക്കുന്നു, ഒരു മന്ത്രിക്കെതിരെയും ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഏജൻസികൾ ഈ കേരളത്തിൽ വട്ടമിട്ട് പറന്നിട്ടും LDF സർക്കാരിന്റെ ഒരു മന്ത്രിയെ തൊടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു അഴിമതി ആരോപണമില്ല. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചില്ല എന്നുള്ള ആക്ഷേപം. ചിരി പോരാ എന്നുള്ള ആക്ഷേപം. അതാണ് ഒരാക്ഷേപം. അപ്പൊ ഒരു ദിവസം സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകണം. അപ്പൊ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ ചായ വിതരണം തുടങ്ങി. ചായ വിതരണം തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഞാൻ തിരിച്ചോട്ടാ പറയേണ്ടത്, എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ടാവാം, ഞാൻ നിർത്താം, കഴിഞ്ഞിട്ട് തുടരാം എന്നുള്ളത്. ഇത് വാർത്തയായി. എങ്ങനെ വാർത്തയായത്? പ്രസംഗത്തിനിടെ ചായ വിതരണം. MB രാജേഷിന്റെ കമന്റ് കേട്ട് സദസ് മുഴുവൻ കൂട്ടച്ചിരിയും. ആദ്യത്തെ വാർത്ത ഇതാ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് തുരുതുരാ ഫോൺ വരാൻ തുടങ്ങി. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു പോവാൻ തുരുതുരാ ഫോൺ വരാൻ തുടങ്ങി. അപ്പൊ നോക്കുമ്പോൾ എന്താ ചകാവി വാർത്ത വരുന്നുണ്ടല്ലോ, എന്താ വാർത്ത? അപ്പൊ അയച്ചു. അപ്പൊ എന്താണെന്നറിയോ? അരമണിക്കൂർ കഴിഞ്ഞപ്പോ തലക്കെട്ട് മാറ്റി. പ്രസംഗത്തിനിടെ ചായ വിതരണം, ക്ഷുഭിതനായി MB രാജേഷ്. എന്നെ ചിരിപ്പിച്ചതും ഇവര്, എന്നെ ക്ഷോഭിപ്പിച്ചതും ഇവര്. മനസ്സിലായി? അപ്പൊ എന്താണെന്ന് വെച്ചാൽ, അരമണിക്കൂർ കഴിഞ്ഞപ്പോ ആരോ വിളിച്ചു പറഞ്ഞു, അതെ ചിരി അത്ര ഇവർക്ക് ചേർന്നതല്ല, അതുകൊണ്ട് ഇവര് അങ്ങനെ ചിരിപ്പിക്കണ്ട, തലക്കെട്ട് മാറ്റാൻ പറഞ്ഞു. പലരും എന്തേ കാണും? ഈ തലക്കെട്ട് മാത്രമേ കാണൂ. മനസ്സിലായി? അവിടെ നടന്ന വീഡിയോ ഒന്നും എല്ലാവർക്കും കാണാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ തലക്കെട്ട് ഇങ്ങനെ. എന്റെ നേരിട്ടൊരു അനുഭവം പറഞ്ഞു. നമ്മളെ പറ്റി ഒന്നും വേറൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇതാണ് വന്നത്. ഇങ്ങനെയാണ്. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ്. കുഴപ്പക്കാരാണ്, ചിരിക്കാത്തവരാണ്, മിണ്ടാത്തവരാണ്, മനുഷ്യപ്പറ്റില്ലാത്തവരാണ്, അഴിമതിക്കാരാണ്, ഇങ്ങനെയൊക്കെയല്ലേ പ്രതീതികൾ സൃഷ്ടിക്കുന്നത്. ആരെ കുറിച്ചും പ്രതീതി സൃഷ്ടിക്കാൻ ഇന്ന് എളുപ്പമാണ്. 2 യൂട്യൂബ് ചാനലിന് വിലക്കെടുത്താൽ മതി. എന്ത് അപവാദവും പ്രചരിപ്പിക്കാം. ഒരു തെളിവിന്റെയും ആവശ്യമില്ല. ഇത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 10,000 ആളിലേക്ക് കിട്ടുക. ബാക്കി ആൾക്കാർ മുഴുവൻ വിശ്വസിക്കും.
അതാണ് നുണകളുടെ ആധിപത്യമുള്ള കാലമാണ് ഈ കാലം. അതുകൊണ്ടാണ് ഈ കാലത്തെ സത്യാനന്തര കാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. നുണകൾക്കാണ് ആധിപത്യം. നുണകൾ സത്യമാണ് എന്ന് കരുതി ആളുകൾ വിശ്വസിച്ചു പോരുന്ന ഒരു കാലമാണ്. ആ നുണകളാണ് ഇടതുപക്ഷത്തിനെതിരെ സൃഷ്ടിച്ചത്. എന്നിട്ടോ ഒരു മാറ്റം വേണം എന്ന പ്രതീതി ഉണ്ടാക്കി. മാറ്റം ഉണ്ടായില്ലേ? മാറ്റം ഉണ്ടായി. UDF അധികാരത്തിൽ വന്നു. അതാണ് ആദ്യത്തെ മാറ്റം. UDF അധികാരത്തിൽ വന്നു എന്നതാണ് ആദ്യത്തെ മാറ്റം. UDF അധികാരത്തിൽ വന്നപ്പോഴുണ്ടായ മാറ്റം എന്താ? മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 13 ദിവസം തെരുവ് യുദ്ധം വേണ്ടി വന്നു എന്നതാണ് മാറ്റം. കേരളത്തിൽ ഈ പഴയ ചിട്ട അച്ചടക്കം ഒക്കെ കണ്ടുമടുത്തവർക്ക് ഒരു രസമായി. മുഖ്യമന്ത്രിക്ക് നിങ്ങള് ഇലക്ഷൻ റിസൾട്ട് വന്നു, കമ്മിറ്റി കൂടി, അപ്പൊ തീരുമാനിക്കാൻ ഒരു രസമില്ലാത്ത ഭയങ്കര പോവാണ്. UDF അധികാരത്തിൽ വന്നപ്പോഴോ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ, VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, 3 ആളുടെയും അനുയായികൾ നാട് നീളെ എന്ത് വെച്ചു? ഫ്ലക്സ് ബോർഡ് വെച്ചു. ഒരു ഫ്ലക്സ് ബോർഡിൽ എതിർ നേതാവിന്റെ അനുയായികൾ പോയിട്ട് ചാണകവെള്ളം ഒഴിക്കും. അപ്പോ ഈ നേതാവിന്റെ അനുയായികൾ പോയിട്ട് പാലഭിഷേകം നടത്തും. അപ്പൊ മറ്റേ നേതാവിന്റെ അനുയായികൾ പോയിട്ട് ഫ്ലക്സ് വലിച്ചു കീറും. അപ്പൊ മറ്റവർ അതിനൊക്കെ വലിയ ഫ്ലക്സ് വയ്ക്കും. തമ്മിൽ അടിയായി. എന്തെല്ലാം നാടകങ്ങൾ ഉണ്ടായി. തെരുവിൽ ഒരു അനുയായി നേതാവിന് വേണ്ടി തലയിൽ പെട്രോൾ ഒഴിച്ച് ഇപ്പൊ തീ കൊടുത്തു, ഇന്നാളെ മുഖ്യമന്ത്രി എത്തിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു വരുന്നു. അപ്പൊ ചാനലുകൾ മുഴുവൻ ലൈവായിട്ട് വരുന്നു അല്ലേ? ചാനലുകൾക്ക് സന്തോഷം, വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ സന്തോഷം. ബോറടിക്കൊരു അവസാനമായി. LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ വല്ല തമാശ ഉണ്ടായിരുന്നു, നല്ല കൗതുകങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ ടിവിയുടെ മുമ്പിൽ നിൽക്കാൻ നേരമില്ല, റിമോട്ട് താഴെ വെക്കാൻ പറ്റുന്നില്ല. ആളുകൾ ഇങ്ങനെ കണ്ട് രസിച്ചുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രിയെ 13ാമത്തെ ദിവസമാണ് തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു, സത്യപ്രതിജ്ഞ ഉണ്ടായി, വീണ്ടും ഒരു മാറ്റം ഉണ്ടായി. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി വന്ദേമാതരം ചൊല്ലി സത്യപ്രതിജ്ഞ ചടങ്ങിൽ. സാധാരണ എല്ലായിടത്തും ചൊല്ലുന്ന വന്ദേമാതരമല്ല, അതിന്റെ നിരോധിതമായ ചരണങ്ങൾ കൂടി ചൊല്ലി. വിവാദത്തെ തുടർന്ന് വർഗീയമായിട്ടുള്ള പരാമർശങ്ങളുണ്ട് എന്ന തർക്കത്തെ തുടർന്ന് ഇന്ത്യയിൽ മാറ്റി നിർത്തിയിരുന്ന 2 ചരണങ്ങളുണ്ട്. എവിടെയും ചൊല്ലാറില്ല. അത് അടക്കം ചൊല്ലി. ബംഗാളിൽ BJPയുടെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വന്ദേമാതരം ഉണ്ടായില്ല. പക്ഷെ ഇവിടെ UDF ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വന്ദേമാതരം ഉണ്ടായി. മാറ്റം തീർന്ന മാറ്റം ഇല്ല. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചു. അപ്പോഴുണ്ടായ മാറ്റമാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. എല്ലാവരും VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനിച്ചത് ആരെയാണ്? VD സതീശനാണ്. വേറൊരാൾ വരുന്നു. ആരാണ്? വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സതീശന്റെ പേര് തന്നെ മാറി. മാറ്റം വേണം എന്ന് പറഞ്ഞവർക്ക് സന്തോഷമായി. സതീശന്റെ പേര് തന്നെ മാറി. ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവാണ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ അവനവന്റെ ജാതിവാല് കൂട്ടി ചേർത്ത്, ഞാൻ പെട്ടെന്ന് മാറുമ്പോഴാണ് ജന്മനാ പേരിട്ടുള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് നിർത്തില്ല. പെട്ടെന്ന് പേരങ്ങോട്ട് മാറി അച്ഛന്റെ പേരും ജാതിവാലും എല്ലാം ആയിട്ട് വരിക. അതേതെങ്കിലും ഇടതുപക്ഷ നേതാവാണ് ചെയ്തതെങ്കിൽ എന്തായിരിക്കും നാട്ടിന്റെ അവസ്ഥ? ഈ മാധ്യമങ്ങളെല്ലാം കൂടി എങ്ങനെയായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാവുക? നല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടായില്ല. സതീശനോട് ആരോ വന്നവരുണ്ട് പത്രക്കാർ ചോദിച്ചു, അതെന്താ ഇങ്ങനെ? ഇതുവരെ 5 തവണ അങ്ങ് മുഖ്യമന്ത്രിയായപ്പോ ഇങ്ങനെയല്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, എന്റെ അച്ഛന്റെ പേര് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? 5 പ്രാവശ്യം അച്ഛന്റെ പേര് വേറെ എന്തെങ്കിലും ഇതേ പേരാണല്ലോ ഉള്ളത്. അതാണല്ലോ VD എന്ന് പറഞ്ഞാൽ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. അത് പോരാ, ഇതൊന്നും എല്ലാവരും അറിയിക്കണം എന്ന അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായപ്പോ തോന്നി. സത്യപ്രതിജ്ഞ കഴിഞ്ഞു. പിന്നുണ്ടായ മാറ്റം എന്താ? പിന്നുണ്ടായ മാറ്റം കേരളത്തിൽ ഇരുണ്ട കാലം തിരിച്ചു വന്നു എന്നതാണ്. 10 കൊല്ലം പവർ കട്ട് ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് മടുത്തിട്ടിരിക്കരുത്. എപ്പോ നോക്കിയാലും വെളിച്ചം, കറണ്ട് പോകുന്നതേ ഇല്ല, വിരസതയായിരുന്നു. ആ വിരസതയ്ക്കൊരവസാനമായി ഇപ്പോ
രാത്രി മുന്നറിയിപ്പില്ലാതെ കറണ്ട് പോകാൻ തുടങ്ങി. ലോകകപ്പ് മത്സരം നടക്കുക, പെനാൽറ്റി ഷൂട്ടൗട്ട്. പെനാൽറ്റിക്ക് കെടുക്കുമ്പോൾ കറണ്ട് ഉണ്ട്, കിക്ക് എടുത്തു കഴിഞ്ഞു, പന്ത് പോസ്റ്റിൽ എത്തുന്നതിന് മുമ്പേ കറണ്ട് ഉണ്ട്. അല്ലേ? വല്ല പ്രശ്നം നാട്ടിലുണ്ടോ? മാധ്യമങ്ങൾക്ക് വല്ല പരാതിയുണ്ടോ? ചർച്ചയുണ്ടോ? ഇന്ദിരാ ഗ്യാരണ്ടി എന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ദിരാ കട്ടായിട്ടത് മാറി. പവർ കട്ട് 10 വർഷത്തിന് ശേഷം തിരിച്ചു വന്നില്ലേ? തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജില്ലക്കാരനായിട്ടുള്ള മന്ത്രി, വൈദ്യുതി വകുപ്പ് മന്ത്രി പറയാണ് കുറച്ചു കാലം തുടരേണ്ടി വരും എന്നാണ്. കുറച്ചു കാലം തുടരേണ്ടി വരും എന്നാൽ അദ്ദേഹം പറഞ്ഞു അതൊരു പരിഹാരം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? ഡാമിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കി ആ വെള്ളം തിരിച്ച് പമ്പ് ചെയ്ത് ഡാമിലേക്ക് തന്നെ കയറ്റി വീണ്ടും ആ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ 25 കൊല്ലം എടുത്ത് നടപ്പാക്കാൻ. മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞതാണ്. പവർ കട്ട് തിരികെ വന്നു. കേരളത്തിലുണ്ടായ മാറ്റം 900 ജീവനക്കാരെ ഒരു സുപ്രഭാതത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ പണിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റുന്ന വെള്ളരിക്കാപ്പട്ടണമായി UDF അധികാരത്തിലെത്തി 50 ദിവസം കഴിഞ്ഞപ്പോൾ കേരളം മാറി. അല്ലേ? കോറോ ഹെൽത്ത് കോഴിക്കോട്ടും കൊച്ചിയിലും 900 പേരെയാണ് ഒറ്റ ദിവസം ഒരേ സമയം പിരിച്ചുവിട്ടത്. പതിവ് പോലെ രാവിലെ ജോലിക്ക് വന്നതാണ്. ജോലിക്ക് വന്നപ്പോൾ എല്ലാവർക്കും ഒരു കത്ത്, നിങ്ങളുടെ സേവനത്തിന് നന്ദി, ഇന്നു മുതൽ നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കുന്നതല്ല, 2 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരമായി വാങ്ങി സ്ഥലം വിട്ടോളാം. ഗർഭിണികളുണ്ട്, ഈ കിട്ടുന്ന ജോലിയുടെ വരുമാനം കൊണ്ട് കുടുംബം പോറ്റുന്നവരുണ്ട്, വൃദ്ധരായ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങുന്നവരുണ്ട്. ഒരു മുന്നറിയിപ്പില്ല. 900 പേരെ പിരിച്ചുവിട്ടു. ഒരു ചർച്ച നടത്താൻ തന്നെ ഒരാഴ്ച വേണ്ടി വന്നു ഗവൺമെന്റിന്. ചർച്ച നടത്തിയിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. വെള്ളരിക്കാപ്പട്ടണമായിട്ട് കേരളം മാറി. വെറും 50 ദിവസമേ ആയിട്ടുള്ളൂ. പിന്നുണ്ടായ മാറ്റം എന്താ? LDF ഉള്ളപ്പോ ഹരിതകർമ്മസേന വീട് വീടാന്തരം മാലിന്യം ശേഖരിക്കൽ, അല്ലെ? തെരുവുകളിൽ നിന്നും മാലിന്യം കഴിയുന്നത്ര കാണാത്ത നിലയിൽ വൃത്തിയാക്കൽ, മഴക്കാലപൂർവ്വ ശുചീകരണം. UDF അധികാരത്തിൽ വന്നു. മാറാത്തത് മാറി, നാറാത്തത് നാറി. തെരുവിൽ മുഴുവൻ മാലിന്യം. തിരുവനന്തപുരം നഗരത്തിൽ, കൊച്ചി നഗരത്തിൽ എന്ന് വേണ്ട നാടെമ്പാടും മാലിന്യം കുമിഞ്ഞുകൂടി പകർച്ചവ്യാധി തിരിച്ചെത്തി. ഇല്ലേ? പകർച്ചവ്യാധികൾ തിരിച്ചെത്തി. 50 ദിവസം പനി പിടിച്ച് മരിച്ചത് 136 ആളാണ്. ചർച്ചയുണ്ടോ? കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടോ? 50 ദിവസത്തിനിടയിൽ 136 പേരാണ് പനി പിടിച്ച് മരിച്ചത്. ഷിഗല്ല, നിപ്പ, ഡെങ്കിപ്പനി, എല്ലാ തരത്തിലുള്ള പകർച്ചവ്യാധികളും തിരിച്ചു വന്നു. പണ്ട് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായിരുന്നയാൾ പറഞ്ഞ ഭാഷയിലല്ല കേരളത്തിലെ പ്രതിപക്ഷം അതിനോട് പ്രതികരിച്ചത്. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ആൾ പറഞ്ഞത് എന്താ? പണ്ട് നിപ്പയും കോവിഡും വന്നപ്പോ പറഞ്ഞു എരണം കെട്ടവർ നാട് ഭരിച്ചപ്പോ പകർച്ചവ്യാധി വന്നു എന്നാണ്. ആ പറഞ്ഞയാൾ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ഈ 50 ദിവസം കൊണ്ട് 136 ആള് പനി പിടിച്ചു. 50 ദിവസം കൊണ്ട് 20 ചികിത്സാ പിഴവാണ് ആശുപത്രികളിൽ ഉണ്ടായത്. 20 ചികിത്സാ പിഴവ്, 4 പേര് മരിച്ചു. 20 ചികിത്സാ പിഴവിൽ 4 പേര് മരിച്ചു. ചർച്ചയുണ്ടോ? മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടോ? വലിയ വാർത്തയുണ്ടോ? തലക്കെട്ടുണ്ടോ? യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ടോ? അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ കാണാറുണ്ടോ യൂട്യൂബ് ചാനലിൽ? 20 ചികിത്സാ പിഴവ്, 4 പേരുടെ മരണം ഉണ്ടോ? ഇതെല്ലാം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. പണ്ട് പറഞ്ഞതെല്ലാം സതീശൻ വിഴുങ്ങി. എന്താ പറഞ്ഞത്? PM ശ്രീ കേരളത്തിൽ LDF സർക്കാർ നടപ്പാക്കാൻ പോകുന്നു. അത് BJPയുമായിട്ടുള്ള ഡീലാണ്. ഞങ്ങൾ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എന്നാണ് പ്രഖ്യാപിച്ചത്. ഇപ്പോഴോ PM ശ്രീ നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി എടുത്തിരിക്കുകയാണ്. PM ശ്രീ നടപ്പാക്കാൻ, ഏത് പ്രതിപക്ഷത്തിരുന്നപ്പോ എതിർത്ത PM ശ്രീ നടപ്പാക്കാൻ UDF തീരുമാനിച്ചിരിക്കുകയാണ്. നേരെ യൂട്ടേൺ അടിച്ചിരിക്കുകയാണ്. എന്താണോ അന്ന് പറഞ്ഞത് ആ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുന്നു. അന്ന് എതിർത്തത് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നു. എന്തായിരുന്നു അന്ന് പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സർക്കാർ ജീവനക്കാർക്ക് ഒരു വിസ്മയം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. സർക്കാർ ജീവനക്കാരൊക്കെ കേട്ടിട്ട് കൈയടിച്ചവർ പാരായി. ബജറ്റ് വന്നു,
സർക്കാർ ജീവനക്കാർക്ക് ഒരാനുകൂല്യവും ഇല്ല എന്ന് മാത്രമല്ല, കോവിഡ് കാലത്ത് പോലും ഇന്ത്യയിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ ഏക സംസ്ഥാനമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളം. ഇപ്പോഴോ സതീശൻ പറയുന്നു ഇനി ശമ്പള പരിഷ്കരണം 10 കൊല്ലം കൂടുമ്പോഴേ ഉള്ളൂ. അപ്പൊ അവർക്കുള്ളതും കിട്ടി. ക്ഷേമ പെൻഷൻ ഞങ്ങളുടെ ആദ്യത്തെ ബജറ്റിൽ വർദ്ധിപ്പിക്കും എന്ന് സതീശൻ പറഞ്ഞു. ആദ്യത്തെ ബജറ്റ് കഴിഞ്ഞപ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല. ചെറുപ്പക്കാരുടെ വോട്ട് വാങ്ങാൻ വേണ്ടി, ജെൻസി പുതിയ തലമുറയുടെ വോട്ട് വാങ്ങാൻ വേണ്ടി അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം എന്താ? വണ്ടി മോഡിഫിക്കേഷൻ നടത്തണം അല്ലേ? ഞങ്ങളൊന്ന് അധികാരത്തിൽ വന്നോട്ടെ, മോഡിഫിക്കേഷൻ അനുവദിച്ചിരിക്കുന്നു. മോഡിഫിക്കേഷനെ പറ്റിയിട്ട് മുഖ്യമന്ത്രിയായ സതീശനോട് ചോദിച്ചപ്പോ സതീശൻ കണ്ണിറുക്കി ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കൂക്കികൾക്കുള്ള ചിരിയാണ് ഈ ചിരി. കൂക്കികൾക്ക് സന്തോഷത്തിന് വേറെന്ത് വേണം? കൂക്കിച്ചിരി. യഥാർത്ഥത്തിൽ അത് ആക്കിച്ചിരിയേ. മോഡിഫിക്കേഷൻ അനുവദനീയമല്ല. പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ്. പറഞ്ഞതിനെല്ലാം വിപരീതമായിട്ട് ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സതീശൻ മുഖ്യമന്ത്രിയാവുമ്പോ, പ്രതിപക്ഷ നേതാവാകുമ്പോ പറഞ്ഞ എന്താ? പെട്രോൾ ഡീസലിന്റെ അധിക നികുതി പിൻവലിക്കണം, വെട്ടിക്കുറയ്ക്കണം, ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കണം. നമുക്ക് ക്ലാസ് എടുത്താളാണ് പെട്രോൾ നികുതി, അധിക നികുതി കുറയ്ക്കണം. ഇപ്പൊ മുഖ്യമന്ത്രിയായി എത്രയാണ് പെട്രോളിന്റെ വില കൂട്ടിയത് കേന്ദ്ര ഗവൺമെന്റ്? കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 7 പ്രാവശ്യം കൂട്ടിയത്. 7 രൂപയാണ് കൂട്ടിയത് 2 മാസത്തിനിടയിൽ. അത്രയും നികുതി അധികം ആരക്കിട്ടാണ്? സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുകയാണ്. സതീശൻ കുറച്ചോ? സതീശൻ പറഞ്ഞു കുറയ്ക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പലതും പറയും, കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ കുറച്ചു. ആരുടെ നികുതിയെ കുറച്ചത്? ബക്കാഡി എന്ന മദ്യ കമ്പനിക്കുള്ള നികുതി കുറച്ചു. എത്രയാണ് കുറച്ചത്? 131%. LDF സർക്കാരിന്റെ കാലത്ത് ബക്കാഡി പിന്നാലെ നടന്നതാണ്. ഞാനായിരുന്നല്ലോ എക്സൈസ് മന്ത്രി, ധനകാര്യമന്ത്രിയെയും മാറി മാറി വന്ന് കണ്ടതാണ്. 251% മദ്യത്തിന്റെ നികുതി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു തരണം എന്നവര് 3.5 കൊല്ലം ആവശ്യപ്പെട്ടിട്ടും അതിന് വഴങ്ങാത്ത ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. സതീശൻ മുഖ്യമന്ത്രിയായി 3.5 കൊല്ലം ചത്തുകിടന്ന ഫയൽ മുഖ്യമന്ത്രിയായി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 18-ാം തീയതി സത്യപ്രതിജ്ഞ, 21-ാം തീയതി ഫയല് പൊങ്ങി, 3:59 പൊങ്ങി, 6:33 വൈകുന്നേരം 6:33 ആയപ്പോ ആരുടെ മുമ്പിലെത്തി? മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്തി. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ഫയൽ എപ്പോ പുറപ്പെട്ടു, എവിടെ നിന്ന് പുറപ്പെട്ടു, ആരുടെ ഏതൊക്കെ സ്റ്റോപ്പിൽ നിന്നു, എവിടെ എത്തി ഇപ്പൊ അറിയാൻ പറ്റും. എന്താണ്? ഡിജിറ്റലാണ്. സമയം സെക്കൻഡ് സഹിതം അറിയാൻ പറ്റും. 3:59 ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിക്ക് അയച്ചു. 4:30 ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ചു. അങ്ങനെ കയറി തുടങ്ങി. ഒരു ഫയല്, മാസങ്ങൾ എടുക്കുന്ന ഫയൽ 2 മണിക്കൂർ 34 മിനിറ്റ് കൊണ്ട് താഴെ തട്ടുന്ന എവിടെത്തി? മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്തി. മുഖ്യമന്ത്രി എന്ത് ചെയ്തു? നികുതി ഇളവ് കൊടുത്തു. എത്ര കൊടുത്തത്? 131% ഇളവ്. 251 നിന്ന് 120 കുറച്ചു. എന്തിന്? മദ്യത്തിന്, വായു ഗുളികയ്ക്കല്ല, ജീവൻ രക്ഷിക്കാനുള്ള മരുന്നിനല്ല, മദ്യത്തിന് 131% നികുതി ഇളവ് കൊടുത്തു. സതീശൻ മഹാനാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾക്ക് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. കുറെ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതിക്ക് 0.5% ഇളവ് കൊടുക്കാത്ത മുഖ്യമന്ത്രിയാണ് 131% ഇളവ് മദ്യക്കമ്പനിക്ക് കൊടുത്തത്. അതും പോരാതെ കേരളത്തിന്റെ വിലപ്പെട്ട സമ്പത്തായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം 10 വർഷത്തെ LDF സർക്കാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. വിഴിഞ്ഞം അദാനിയുടെ മാത്രം എടുത്തുകൊണ്ടല്ല, കേരളം വിഴിഞ്ഞം തുറമുഖത്തിന് പണം മുടക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ നിക്ഷേപമുണ്ട്. ആ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിലെ LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം ആണ് സംഭവിച്ചത്. ആ വിഴിഞ്ഞം തുറമുഖം മുഖ്യമന്ത്രിയായി 2 മാസം തികയുന്നതിന് മുമ്പ് അദാനി MSC എന്ന ഷിപ്പിംഗ് കമ്പനിക്ക്, എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നാണ് അതിന്റെ പേര്, ഒരു വിദേശ കമ്പനിയാണ്. അവർക്ക് അതിന്റെ 49% ഓഹരി വിൽക്കാൻ തീരുമാനിച്ചു. ആരുടെ അറിവോടും സമ്മതത്തോടും? സതീശന്റെ അറിവോടും സമ്മതത്തോടും കൂടി. 13,000 കോടിയുടെ ഡീലാണ്. 13,000 കോടിയുടെ. എന്താണ് നിയമം? എന്താണ് എഗ്രിമെന്റ് പറയുന്നത്? 25%-ൽ കൂടുതൽ
ഓഹരി വിൽക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം എന്നാണ് പറയുന്നത്. 25% കൂടുതൽ വിൽക്കണമെങ്കിൽ സർക്കാർ അനുമതി ഇല്ലാതെ വിൽക്കാൻ പറ്റില്ല. അപ്പൊ ആരും അറിയാതെ സതീശൻ അനുമതി കൊടുത്തു തന്നെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു. 13,000 കോടിയുടെ സ്വത്ത് അധികാരം കിട്ടി 2 മാസം കഴിയുമ്പോഴേക്ക് കൈമാറാനുള്ള ഗൂഢപദ്ധതി നടപ്പാക്കുക. അധികാരം കിട്ടി മുൻഗണന 3-ാമത്തെ ദിവസം മദ്യ കമ്പനിക്ക് 131% നികുതി ഇളവ് കൊടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ഇതൊന്നല്ല മുൻഗണന. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ചവരാണ്. എന്തായിരുന്നു പറഞ്ഞത്? KSRTC-യിൽ മുഴുവൻ സൗജന്യം. സതീശൻ തന്നെ നേരിട്ട് പോയിട്ട് പറയണം. ആ വീഡിയോ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. എന്താണ്? വീട്ടമ്മമാരോട് പറയാൻ, നിങ്ങൾക്ക് ടൂറ് പോണോ? ഇനി KSRTC പോവാം. അമ്പലത്തിൽ പോണോ? തീർത്ഥയാത്ര പോണോ? KSRTC പോവാം. വെറുതെ സ്ഥലം കാണാൻ പോണോ? KSRTC പോവാം. ഫുൾ ഫ്രീ ആയിരിക്കും എല്ലാ ബസ്സിലും എന്നാണ്. അപ്പൊ ചില വീട്ടമ്മമാരെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യം പറഞ്ഞു. അതെന്തായാലും കിട്ടുന്നുണ്ടല്ലോ, ഇതും കൂടി കിട്ടിയാൽ നല്ലതല്ലേ? അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ അവര് പലരും സ്വപ്നം കണ്ടു സൂപ്പർ ഫാസ്റ്റില്, അതുപോലെ എക്സ്പ്രസ് വണ്ടിയില് ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കാശ് കൊടുത്തിട്ട് പോകുന്നത്. പണ്ടത്തെ കാലത്ത് പോലീസുകാരാണ് അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഞങ്ങളുടെ ഒരു കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്, പോലീസുകാരുണ്ടാവും പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ. കണ്ടക്ടർ വന്ന് ചോദിച്ചാൽ ഇങ്ങനെ കാണിക്കും. എന്ന് വെച്ചാൽ അത് കാണിച്ചാൽ കണ്ടക്ടർക്ക് അറിയാം പോലീസാണെന്ന്, കാശ് വാങ്ങില്ല. അതുപോലെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നത് സ്ത്രീകളൊക്കെ സങ്കല്പത്തിൽ കണ്ടു. അധികാരത്തിലെത്തിയപ്പോൾ സതീശൻ പറഞ്ഞു ഫ്രീ ആണ്, പക്ഷെ എവിടെയുള്ളൂ? ഓർഡിനറിയിലുള്ളൂ. എന്നിട്ടോ ഓർഡിനറി ബസ്സിൽ മുഴുവൻ പുതിയൊരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചു, സിറ്റി ഫാസ്റ്റ്. എന്താ കാരണം അറിയോ? സിറ്റി ഫാസ്റ്റിൽ ഫ്രീ ഇല്ല, ഓർഡിനറിയിൽ മാത്രം ഫ്രീ. ഓർഡിനറി പകുതിയും എന്താക്കി? സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റി. ഇങ്ങനെ ആളുകളെ പറ്റിച്ചതാ. ആ കെയർ ഓഫിൽ എന്ത് നിർത്തിക്കളഞ്ഞു? സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തി. ഇല്ലേ? ഇവിടെ വാങ്ങുന്ന ആൾക്കാരുണ്ടാവും, സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരില്ലേ? അത് നിർത്തിക്കളഞ്ഞു. ഇതാണ് സതീശൻ. ഒന്ന് പുറത്തു പറയും, നേരെ വിപരീതമായിട്ട് ചെയ്യും. അത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടനാട് MLA ചോദിച്ചാൽ മതി. നിയമസഭയിൽ കുട്ടനാട് MLA പറഞ്ഞു മൂലം വള്ളംകളിക്ക് അവധി തരണം, സബ്മിഷൻ. സതീശൻ എഴുന്നേറ്റ് ഒരു കടലാസ് എടുത്തിട്ട് മറുപടി കൊടുത്തു, മൂലം വള്ളംകളിക്ക് അവധി തരുന്ന കാര്യം ഗവൺമെന്റ് വളരെ ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ച് ഉചിതമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. 200 കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞു, ഒരു കാരണവശാലും കൊടുക്കില്ല. അറിയാതെ മൈക്കിൽ വന്നു ഇത്. സ്വകാര്യത്തിൽ പറഞ്ഞതാ, പക്ഷെ മൈക്ക് ഓഫ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് 2 മാസം കൊണ്ട് ആളുകൾക്ക് മനസ്സിലായില്ലേ? സാധാരണ ഒരു ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടണമെങ്കിൽ, ആ ഗവൺമെന്റിനെതിരെ ജനങ്ങളിൽ പ്രതിഷേധം വരണമെങ്കിൽ കുറച്ചു കാലം എടുക്കും, കുറച്ചു കാലമൊക്കെ എടുക്കും. ഇപ്പൊ നമ്മളും അത് പറഞ്ഞിരിക്കരുത്, വന്നതല്ലേ ഉള്ളൂ, ശരി അവര് എന്തു ചെയ്യുന്നു നോക്കട്ടെ, നമ്മളായിട്ട് ചാടി പുറപ്പെട്ട് ഒന്നിനും പോണ്ട. പക്ഷെ എന്താ സ്ഥിതി? 50 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗവൺമെന്റ് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. വെറും 50 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു മുഖ്യമന്ത്രിയുടെ മുഖം മൂടി അഴിഞ്ഞു വീടിരിക്കുകയാണ്. ഒരു നിലവാരവും ഇല്ലാത്തൊരു മുഖ്യമന്ത്രി, ആരെക്കുറിച്ചും എന്തും പറയുന്ന ഒരു മുഖ്യമന്ത്രി, ആരെയും അപമാനിക്കാൻ മടിയില്ലാത്തൊരു മുഖ്യമന്ത്രി, സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും എതിർപക്ഷത്തുള്ള ആളുകളാണെങ്കിലും ആരെയും അപമാനിക്കാൻ മടിയില്ലാത്തൊരു മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് 2 മാസം തികയുന്നതിന് മുമ്പ് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിയ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, ഒരബദ്ധമായി പോയി എന്ന്. ഒരു മാറ്റം എന്ന് കരുതി വോട്ട് ചെയ്തവരുണ്ട്, നുണപ്രചരണത്തിൽ അകപ്പെട്ട് വോട്ട് ചെയ്തവരുണ്ട്. പയ്യന്നൂർ നുണപ്രചരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നല്ലോ. ഇടതുപക്ഷത്തിനെതിരായി കേരളത്തിൽ പലയിടത്തായിട്ട് ആരംഭിച്ച നുണ ഫാക്ടറികളിൽ ഒരു പ്രധാനപ്പെട്ട നുണ ഫാക്ടറി പ്രവർത്തിച്ച സ്ഥലം പയ്യന്നൂരാണ്. ഇടതുപക്ഷത്തിന്റെ അനുയായികൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിച്ചത്. ധനരാജിന്റെ രക്തസാക്ഷിത്വത്തെ മുൻനിർത്തി രക്തസാക്ഷിത്വത്തെ
രാഷ്ട്രീയ എതിരാളികളുടെ മുമ്പിൽ കൊണ്ടുപോയി തടിയറ വയ്ക്കുകയും എന്നിട്ടൊരു സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി ഒരു രക്തസാക്ഷിത്വത്തെ ഉപയോഗിച്ച് ശത്രുപാളയത്തിൽ ചെന്ന് ചേരുകയും ചെയ്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വലിയ ആദർശ പരിവേഷമാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. ധനരാജിനെ കൊന്ന RSS, BJP ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഈ പയ്യന്നൂരിൽ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് അവകാശപ്പെട്ടവർക്ക് കൂട്ടുമറിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ അവരുടെ തനിനിറം എന്താന്ന് മനസ്സിലായില്ല. അവർക്ക് ആരെയാണ് തോൽപ്പിക്കേണ്ടതെന്ന് മനസ്സിലായില്ല. ധനരാജിന്റെ കഴുത്തിൽ കത്തിയിറക്കിയ അതേ RSS യഥാർത്ഥ ഇടതുപക്ഷം ഞാനാണ് എന്ന് അവകാശപ്പെടുന്നവർക്ക് കൂട്ടുമറിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കുത്തക മാധ്യമങ്ങളുടെയും വർഗശത്രുക്കളുടെയും പിന്തുണയിൽ ഈ പ്രചരണ കൊഴുപ്പിൽ ഇപ്പോ ചിലർക്ക് സന്ദേഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ചിലർക്ക് അതല്ലേ ശരിയെന്ന തോന്നലുണ്ടായിട്ടുണ്ടാവും. അധികം വൈകാതെ ഒറ്റുകാർ തുറന്നു കാണിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അധികം വൈകാതെ ആരാണ് ഒറ്റുകാരൻ എന്ന് മനസ്സിലാവാത്ത ശുദ്ധഗതിക്കാരും നിഷ്കളങ്കരുമായിട്ടുള്ള ആളുകൾക്ക് അത് തിരിച്ചറിയാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഒരു പദവി നേടിയെടുക്കാൻ, ഒരു പാർലമെന്ററി പദവി നേടിയെടുക്കാൻ, അധികാര സ്ഥാനത്തെത്താൻ രക്തസാക്ഷിത്വത്തെ ആയുധമാക്കി എതിരാളികൾക്ക് ഉപയോഗിക്കാൻ അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ള ആളുകൾ തുറന്നു കാണിക്കപ്പെടുക തന്നെ ചെയ്യും. അതിവിടെ മാത്രമല്ല, കേരളത്തിന്റെ തെക്കേയറ്റത്ത് ഒരാളുണ്ട്. സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയത് KSUവിന്റെ ഗുണ്ടകളാണ്. സഖാവ് G. ഭുവനേശ്വരന്റെ രക്തസാക്ഷി ദിനത്തിന് എത്രയോ തവണ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണ് സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയ ഗുണ്ടകളെ കുറിച്ച് സഹോദരൻ പറയാം അത് ആരോ ചെയ്തതാണ്. എന്നിട്ടോ കൊലയാളികളുടെ പിന്തുണയിൽ അധികാര സ്ഥാനം നേടിയെടുക്കുക. മനുഷ്യന്റെ സ്ഥാനം ഏറ്റവും പ്രധാനമാണ് എന്ന് വന്നാൽ എന്തും ചെയ്യും. അത് തെക്കാണെങ്കിലും അത് വടക്കാണെങ്കിലും അതെ. അതാണ് നമ്മൾ കാണുന്നത്. ഈ പ്രചണ്ഡമായ നുണപ്രചരണമുണ്ട്. ആ നുണപ്രചരണത്തിന്റെ നുണകളുടെ പ്രളയത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഉപജാപത്തെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ആ ഉപജാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു പയ്യന്നൂർ. അത് പയ്യന്നൂരുകാർ തിരിച്ചറിയുമെന്നും ധനരാജന്റെ രക്തസാക്ഷിത്വത്തെ പയ്യന്നൂർ ഉയർത്തിപ്പിടിക്കുമെന്നും ഇടതുപക്ഷത്തിന്റെ പതാക പയ്യന്നൂരിൽ വീണ്ടും അജയ്യമായിട്ട് ഉയരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇടതുപക്ഷത്തിനൊരു തെറ്റും പറ്റിയിട്ടില്ല എന്നോ പറ്റില്ല എന്നുള്ളതല്ല ഈ പറഞ്ഞതിനർത്ഥം. ഇത്ര നേരം പ്രസംഗിച്ചതിന്റെ അർത്ഥം ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്യാത്തവർ, ഒരു തെറ്റും പറ്റാത്ത അമാനുഷം എന്നല്ല. പ്രവർത്തിക്കുമ്പോൾ തെറ്റ് പറ്റും. ലെനിൻ പറഞ്ഞിട്ടുണ്ട്, 2 കൂട്ടർക്കേ തെറ്റ് പറ്റാത്തതുള്ളൂ. ഒന്ന് മരിച്ച മൃതദേഹത്തിന്, പിന്നെ ഗർഭപാത്രത്തിലിരിക്കുന്ന ശിശുവിന്. കാരണം ജനിച്ചാലല്ലേ പ്രവർത്തിക്കൂ, അപ്പോഴല്ലേ തെറ്റ് പറ്റൂ. മൃതശരീരത്തിന് തെറ്റ് പറ്റില്ല. പിന്നെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ ഒന്നും ചെയ്യാത്തവർക്ക് തെറ്റുപറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. പ്രവർത്തിക്കുമ്പോൾ തെറ്റുപറ്റും. മനുഷ്യരായിട്ടുള്ളവർക്കെല്ലാം തെറ്റുപറ്റും. കമ്മ്യൂണിസ്റ്റുകാരുടെ ഗ്യാരണ്ടി എന്താണെന്നറിയാം? ഒരു തെറ്റും ഒരിക്കലും പറ്റില്ല എന്നതല്ല, തെറ്റ് പറ്റിയാൽ സത്യസന്ധമായി ആർജവത്തോടെ അത് തിരുത്തും എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് നൽകാനുള്ള ഉറപ്പ്. അതാണ് ഗ്യാരണ്ടി. ഒരു ദുരഭിമാനവുമില്ലാതെ ആർജവത്തോടുകൂടി സത്യസന്ധമായി ഞങ്ങൾക്ക് ഇന്ന തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുകയും അത് തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഖാവ് ധനരാജന്റെ ഉജ്ജ്വലമായ ഈ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു പുതിയ പ്രതിജ്ഞ കൂടി എടുക്കാനുണ്ട്. ആ പ്രതിജ്ഞ ധനരാജ് ഉയർത്തിപ്പിടിച്ച പതാക, ധനരാജിനെ പോലെ അനേകം രക്തസാക്ഷികളുടെ ചോര കൊണ്ട് ചുവന്ന ഈ പതാക
പയ്യന്നൂരിന്റെ മണ്ണിൽ വീണ്ടും ആകാശത്തോളം ഉയർത്തിക്കെട്ടുന്നതുവരെ പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്രമമില്ല എന്ന പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭമാണിത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.